നെയ്യാറ്റിൻകരയിൽ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടഞ്ഞു. ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രതിഷേധിച്ചാണ് തടയൽ. രാജ്യത്തിന്റെ ആത്മാവിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നുവെന്നും സംഘപരിവാറാണ് ക്യാൻസർ പടർത്തുന്നത് എന്നുമായിരുന്നു തുഷാർ ഗാന്ധിയുടെ പ്രസംഗം. വിവരങ്ങളുമായിട്ട് ജിബിൻ, ഇത് എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് പോലീസ് ഇടപെട്ടോ? ദിലീഷ്, ഗാന്ധിയൻ ഗോപിനാഥിന്റെ പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഇന്ന് നെയ്യാറ്റിൻകര നടന്നത്. അവിടേക്കാണ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനായിട്ടുള്ള തുഷാർ ഗാന്ധി എത്തിയത്. ഇതിനിടെ ഈ തുഷാർ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെയാണ് ഇവരെ രോക്ഷാകുലരാക്കുന്ന തരത്തിലുള്ള പരാമർശം ഉണ്ടായതെന്നാണ് ഇപ്പോൾ BJP RSS പ്രവർത്തകർ പറയുന്നത്. അതായത് രാജ്യത്ത് ക്യാൻസർ വർഗീയത പരത്തുന്നു, ക്യാൻസർ പോലെയാണ് സംഘപരിവാർ സംഘടനകൾ പ്രവർത്തിക്കുന്നതെന്ന തരത്തിലുള്ള പ്രസംഗം തുഷാർ ഗാന്ധി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തെ തടഞ്ഞു വെച്ചത്. എന്തായിരുന്നാലും ഇത് ഇന്ത്യയുടെ വലിയ രീതിയിലുള്ള രാജ്യത്തിന് വലിയ രീതിയിലുള്ള നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവം എന്നാണ് ഇപ്പോൾ ഗാന്ധിയൻ സംഘടനയൊക്കെ തന്നെ പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു ഗാന്ധിയന്റെ ഗാന്ധിയൻ ഗോപിനാഥിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിന് വേണ്ടിയാണ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനെ തന്നെ ക്ഷണിച്ചത്. അപ്പോൾ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ കേരളത്തിലേക്ക് എത്തി, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര പോലുള്ള ഒരു പ്രദേശത്തേക്ക് എത്തി ഇവിടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നാടിന് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ്. അത്തരത്തിലുള്ള ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം BJP സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് RSS സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത്. എന്തായിരുന്നാലും തുടർന്ന് ഈ ഒരു പ്രതിഷേധക്കാരെയൊക്കെ തന്നെ പോലീസ് എത്തി പിടിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ശരി, നെയ്യാറ്റിൻകരയിലാണ് ഗാന്ധിയൻ ഗോപിനാഥിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനെത്തിയ തുഷാർ ഗാന്ധിക്കെതിരെയാണ് BJP RSS പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. ജിബിനാണ് വിവരങ്ങൾ നൽകിയത്.